9 ഇലക്ഷൻ കഴിഞ്ഞു. 4 വോട്ടെണ്ണൽ. UDF വിജയിക്കും എല്ലാവരും പറയുന്നുണ്ട്, ഭരണത്തിൽ വരുമെന്നുള്ളത്. അപ്പോൾ UDF ഭരണത്തിൽ വന്നാൽ LDFിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ജനങ്ങളോടൊന്ന് ചോദിച്ചറിയാം. 4 വോട്ടെണ്ണൽ. അതെ. അപ്പോൾ UDF ഭരണത്തിൽ വന്നാൽ UDF വരും. വന്നാൽ LDFിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നാണ്. LDFിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിച്ചാൽ വർഗീയത പറഞ്ഞത് ആരാച്ചാ അയാളായിരിക്കും പ്രതിപക്ഷ നേതാവ്. അത് ചിലപ്പോൾ ഗോവിന്ദൻ മാഷാവും. അത് പോരെ, അങ്ങനെ ആയും ചിലപ്പോ അങ്ങനെ ആകാനാ സാധ്യത. ഗോവിന്ദൻ മാഷ ആകാനാ സാധ്യത പ്രതിപക്ഷ നേതാവ്, അല്ലാതെ മറ്റേ പിണറായി മാസ്റ്റർ ആവൂല. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു, 4 വോട്ടെണ്ണൽ. അപ്പൊ LDF ഭരണത്തിൽ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് UDFിന്റെ ആരായിരിക്കും? മിക്കവാറും VD സതീശനായിരിക്കും. നിങ്ങളറിയില്ലോ? നിങ്ങൾക്കറിയില്ല? നിങ്ങൾക്കോ അറിയില്ലല്ലേ? സുധാകരൻ. നിങ്ങള് കോൺഗ്രസിന് അപ്പുറക്ക് നോണ അറിയുന്ന ആൾക്കാരെ പിന്നെ എങ്ങനെയാ നമ്മൾ ജയിക്കുക? സുധാകരൻ എണ്ണൽ കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് LDFിന്റെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? UDFിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണക്കൂട്ടിയത് നമ്മൾ LDFിന് കണക്കൂട്ടാൻ പറ്റില്ല. LDFിന് കുറേ ന്യായങ്ങളുണ്ട്. അത് എന്തായാലും പാർട്ടി തീരുമാനിക്കുമ്പോൾ അത് പാർട്ടി തീരുമാനിച്ച് ആളെ അപ്പം അറിയിക്കും. പാർട്ടി തീരുമാനിക്കും. അതാണ് അധികാരത്തിൽ UDF വരും. അപ്പൊ പ്രതിപക്ഷം ആരാ വരിക? പ്രതിപക്ഷം LDF. അതെ, അതില് നേതാവ് ആരാ വരിക? നേതാവിന്റെ പേര് പറയാൻ പറ്റില്ലല്ലേ? ആരാന്ന് അറിയില്ല. അത് പാർട്ടി തീരുമാനിക്കേണ്ടതായി. ഭരണത്തിൽ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് LDFിന്റെ ആരായിരിക്കും? പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും മറ്റേ മുഖ്യമന്ത്രിക്ക് വണച്ച പ്രതിപക്ഷത്തെ നേതാവായിട്ടിരിക്കുക, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന് ഇരിക്കുക, അല്ലെങ്കിൽ അതിനോട് കടപിടിക്കണ ആർക്കും ആണെങ്കിലും ഇരിക്കുക. അതുപോലെ തീരുമാനിക്കും പോലെ നമുക്ക് ഇടപെടാൻ പറ്റിയ കാര്യമല്ലേ. 4 വോട്ടെണ്ണൽ. അപ്പൊ LDF ജയിച്ചാല് പ്രതിപക്ഷ നേതാവ് UDFിന്റെ ആരായിരിക്കും? BJPക്ക് പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളാക്കാരം. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ഭരണത്തിൽ വരുമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ LDFിലെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നാണ് എന്റെ ചോദ്യം. പ്രതിപക്ഷത്ത് ആരായിരിക്കും ചോദിക്കുന്നതിനുള്ള ചോദ്യം ഭരണത്തിൽ വന്നാൽ എന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. വന്നു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതാണ്. വരുമോ വരില്ല എന്ന് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു. വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്ത് ആരിയിരിക്കും എന്നുള്ള ഒരു ചോദ്യം പാർട്ടിയിൽ അധികാരപ്പെട്ട ആൾക്കാരുണ്ട്. ആരിനെ ഇരുത്തണം, ആരിനെ ഇരുത്തണ്ട, ആര് വരണം എന്ന് തീരുമാനിക്കും. പാർട്ടിയിൽ അധികാരപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഉന്നത അധികാരപ്പെട്ട ആൾക്കാരുണ്ട്. അവർ തീരുമാനിക്കും ആര് വരണം ആര് വരണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യെസ്. UDF ഭരണത്തിൽ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? ആരായിരുന്നു ജയിച്ചു വരാറുള്ളത്? ഒരാളും ഇല്ലല്ലോ, ഒക്കെ തോൽക്കല്ലേ. എല്ലാവരും തോൽക്കുക. രാജേഷാ വരാനുള്ളത്, അതോ അവിടെ പൊട്ടിക്കിടക്കുകയാണ്. പിന്നെ മരുവനാണെന്ന് വെച്ചാൽ അവിടെ പൊട്ടിക്കിടക്കുകയാണ്. പിന്നെ ഇപ്പൊ ആരാ വരാനുള്ളത്? 140 പിന്നെ പിണറായിയുടെ കാര്യം തന്നെ വെള്ളം കുടിച്ചുകൊണ്ട് കിടക്കുക. അപ്പൊ ആരും വരാല്ല. ജയിച്ചതിന് ശേഷം തീരുമാനിക്കുക, അല്ലാതെ ആരുമില്ല.